ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടി അടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ
ക്രൂശിലന്ന് ചെയ്ത പാപ കാരണമയോ രണ്ടാം സ്ഥലം ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ. ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസ വാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ച തോമസ് കളത്തിലച്ച, ജിതിൻ ബ്രദറെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, യുവജനങ്ങളെ, ഈശോയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചന ഭാഗത്ത് നമ്മൾ പ്രകാരം വായിക്കുന്നു: തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു.
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യേശു മിശിഹ കാൽവരിയിലെ കുരിശിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ചു എന്ന വലിയ സത്യം നാം ധ്യാനപൂർവം ഏറ്റുപറയുകയും അതിനെ ഓർത്ത് ഈശോയെ ആരാധിക്കുകയും ചെയ്ത മഹനീയ നിമിഷങ്ങളിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയത്. ആദ്യമേ തന്നെ ഈ ചൂടിന്റെ ഇടയിൽ നിങ്ങളെല്ലാവരും എത്രമേൽ താല്പര്യപൂർവ്വമാണ് ഈ പരിഹാര പ്രദക്ഷിണത്തിന് പങ്കുചേർന്നത്. ദൈവാനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലും നമ്മുടെ ഇടവക കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നാം ഈ പാതകീയ വഴികളിലൂടെ ഈ പാതകങ്ങൾ നമ്മൾ പിന്നിട്ടത്. പല ആവർത്തി ദുഃഖവെള്ളിയുടെ സന്ദേശത്തെ കുറിച്ചും എന്തുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചതെന്നും എന്താണ് ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകതയെന്നും നമ്മൾ ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്തവരാണ്. നിങ്ങളുമായിട്ട് ഏതാനും ചിന്തകൾ പങ്കുവെക്കുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുക. ആദ്യമേ തന്നെ ഇന്ന് പീഡാസഹനത്തിന്റെ തിരുകർമ്മ വേളയിൽ ആദ്യ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 19 വരെയുള്ള തിരുവചന ഭാഗത്ത് നാം കാണുന്നുണ്ട് അബ്രാഹത്തെ കുറിച്ച്. തന്റെ ഏകപുത്രനെ ദൈവത്തിന് ബലി കഴിക്കണമെന്ന് പറഞ്ഞ് ആ പുത്രനുമേന്തി മല കയറുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ഏക മനോഭാവം എന്ന് പറയുന്നത് വിശ്വാസമാണ്. കാരണം അന്നോളം എന്നെ നടത്തിയ ദൈവം എന്റെ കൂടെ ഉണ്ടാകുമെന്ന് അബ്രാഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യ വായനയുടെ സന്ദേശം എന്ന നിലയിൽ നമുക്ക് വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിക്കാം. എന്റെ ദൈവത്തോട് ഞാൻ എത്രമേൽ വിശ്വസ്തനാണ്. എനിക്ക് ജന്മം നൽകി എന്നെ വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമ്മൾ എത്രമാത്രം വിശ്വസ്തരുള്ളവരാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. 2-ാം വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയുണ്ടായി. ഈശോയുടെ മരണത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുൻപേ പ്രവചിച്ച വചനമാണ്. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയുമാണ് യെശയ്യാ പ്രവാചകൻ ഈശോയെ ഉപമിച്ചത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? മൗനം. തന്നെ പീഡിപ്പിച്ചവരുടെ മുൻപിൽ സഹനത്തിന്റെ നടുവിൽ പോലും സൗമ്യമെന്ന അല്ലെങ്കിൽ മൗനമെന്ന പുണ്യം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈശോയ്ക്ക് ആയി. നമ്മുടെ എല്ലാ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമുക്കൊന്ന് ചിന്തിക്കാം. മൗനമെന്ന പുണ്യം വ്യക്തിപരമായി കാത്തു സൂക്ഷിക്കുന്നവരാണോ ഞാനും നിങ്ങളുമെന്ന്? അതൊരു പക്ഷേ നമ്മുടെ കുടുംബ ജീവിതത്തിലാകാം, സമൂഹത്തിലാകാം, നമ്മുടെ ജോലി മേഖലകളാകാം, മറ്റു പല സഹനത്തിന്റെ നടുവിലുമാകാം. സഹനത്തിന്റെ നടുവിലും മൗനം കാത്തു സൂക്ഷിക്കുവാനായിട്ട് അല്ലയോ ദൈവജനമേ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്രമേൽ അനുഗ്രഹീതർ. 3-ാം വായനയിൽ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ ഈശോ മനുഷ്യകുലത്തിന്റെ പാപപരിഹാരം എന്നോണം സ്വയം സമർപ്പിച്ചതിന്റെയും അതുവഴി നമുക്ക് നേടിത്തന്ന കൃപയുടെയും രക്ഷയുടെയും ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മളിത് വായിച്ചു കേട്ടത്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈശോയുടെ മരണത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? നമ്മളെല്ലാവരും ഒരുപാട് മഹത് വ്യക്തികളുടെ മരണത്തെ കുറിച്ച് കേൾക്കുന്നവരാണ്. അല്ലെങ്കിൽ ഒരുപാട് മഹാന്മാര് ഈ ലോകത്ത് നിന്ന് മരണം മൂലം വേർപെട്ടു പോയിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ഒന്നും ജീവിതത്തിൽ ഇല്ലാത്ത എന്ത് പ്രത്യേകതയായിരുന്നു ഈശോ മിശിഹായുടെ മരണത്തിന് ഉണ്ടായിരുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 51-ാം തിരുവചന ഭാഗം വായിച്ച് നാം ധ്യാനിക്കണം. വചനഭാഗത്ത് ഇപ്രകാരം പറയുന്നു:
ദേവാലയത്തിന്റെ തിരശ്ശീല നടുവെ രണ്ടായി കീറപ്പെട്ടു. അത് മാത്രമല്ല, മറ്റൊരു അത്ഭുതം കൂടെ അവിടെ നടന്നു. അന്ന് വരെ, ആ നിമിഷം വരെ ഈശോയെ തള്ളിപ്പറഞ്ഞ് ഈശോയെ കുരിശിൽ വരയ്ക്കണമെന്ന് കൊല്ലണമെന്ന് പറഞ്ഞിരുന്ന ശതാധിപൻ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് പറയുകയാണ്, സത്യമായും ഇവൻ ദൈവപുത്രനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഈശോയുടെ മരണത്തിന്റെ പ്രത്യേകത. സത്യമായും ഇവൻ ദൈവപുത്രനാണ്. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം മനുഷ്യനായി പിറക്കുകയും സ്വയം കുരിശുവേണ്ടി നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചവന്റെ പേരാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ അനുഗമിച്ചവരാണ് നാം ഓരോരുത്തരും. ആ ക്രിസ്തുവിന്റെ കുരിശിന്റെ പിന്നാലെ പ്രാർത്ഥനാപൂർവം നിയോഗങ്ങൾ സമർപ്പിച്ച് വഴി നടന്നവരാണ് നാം ഓരോരുത്തരും. ദൈവാനുഗ്രഹം നമ്മുടെ എല്ലാം ജീവിതത്തിലും ഉണ്ടാകും. പല ആവർത്തി ഞാനും നിങ്ങളുമെല്ലാം ഈശോയെ ഏറ്റുപറയുന്നവരാണ്. ഈശോ രക്ഷകനാണ്, നാഥനാണ്, എന്റെ സർവസ്വമാണ്. എന്നാൽ നമ്മൾ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ അന്തരാളങ്ങളെ തൊട്ട് പറയുവാൻ സാധിക്കും, ഇവൻ സത്യമായും ക്രിസ്തുവാണെന്ന്? അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും എന്റെ ജീവിതത്തിലൂടെ മറ്റൊരു ക്രിസ്തുവായി മാറുവാനും എത്ര പേർക്ക് സാധിക്കുമെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ സത്യം എന്ന് പറയുന്നത് വളരെ വേദനാജനകം പറയട്ടെ, നമ്മളിൽ പലർക്കും ഭയമാണ്. ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുവാൻ. അതൊരു പക്ഷേ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ഭയം നമ്മുടെ എല്ലാം ഉള്ളിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ നാം പടുത്തുയർത്തിയ പേരിന്റെ കളങ്കപ്പെടുത്താതിരിക്കുവാനുമൊക്കെയാകാം നമ്മൾ ഈ മനസ്സിലാക്കിയ ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാത്തത്. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുസഭയുടെ ചരിത്രത്തിന്റെ തങ്കലിപികളിലൂടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. കത്തോലിക്ക സഭ ഇന്ന് ഇത്രമാത്രം ബലപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അനേകം വിശുദ്ധാത്മാക്കളുടെ, അനേകം രക്തസാക്ഷികളുടെ ചുടു നിലത്താൽ പരിപോഷിക്കപ്പെട്ടതാണ് പ്രിയമുള്ളവരെ കത്തോലിക്ക സഭ. അത് ആ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തത്വസംഹിതകളുടെ പേരിലല്ലായിരുന്നു മരിച്ചത്. ലോകരക്ഷകനായ സത്യദൈവമായ ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരാണത് അവർ. അതുകൊണ്ടാണ് കഴുത്തറുത്തപ്പെട്ടപ്പോഴും അറക്കപ്പെടാത്ത വിശ്വാസവുമായി ധീരതയോടുകൂടി ക്രിസ്തുവാണ് ലോകരക്ഷകനെന്നും ക്രിസ്തുവാണ് ഏകദൈവമെന്നും അവൻ മാത്രമാണ് സത്യദൈവമെന്നും വിളിച്ചു പറയുവാനായിട്ട് അവർക്ക് സാധിച്ചു. ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കും പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന്. ദുഃഖവെള്ളിയാഴ്ചയെ പലപ്പോഴും നമ്മളെല്ലാവരും വളരെ സങ്കടത്തിന്റെ ദിനമായിട്ടാണ് മനസ്സിലാക്കുക. എന്നാൽ ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് നമ്മോടൊഴുക്കത്തിന്റെയും കരുതലിന്റെയും കരുണയുടെയും പ്രതിഫലനമായിട്ടാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാപങ്ങൾ പുറത്ത് ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ ദീർഘമാരും കാവൽ താഴ്ചയുടെ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര വിലയെയും കേൾക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാൽ തെറിക്കപ്പെടുകയും കുത്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പിഴകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞവരേ, സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി
ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും മനസ്സാപ്രകരണം. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഇന്നേ ദിവസത്തിന്റെ ആശീർവാദവും തുടർന്ന് നമ്മുടെ ഉച്ച കഞ്ഞി ആണ്, നേർച്ച ഭക്ഷണമാണ്. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതാണ്